നമസ്കാരം, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞാനിവിടെ ഒരു മോരുകറി ആട്ടോ കാണിക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ്. കഷ്ണങ്ങളൊന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മോരുകറി. ബാച്ചിലേഴ്സിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ മോരുകറി എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു 3-4 കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ അല്ലി വെളുത്തുള്ളി ചെറിയ പീസസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, പിന്നെ 2 തണ്ട് കറിവേപ്പില. ഇത് വേണം. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പം ഞാനിവിടെ എടുക്കുന്നത് ഒരു തേങ്ങയുടെ പകുതിയുടെ പകുതി എടുക്കുന്നുള്ളൂ. അതിപ്പോൾ നമ്മൾ ടേബിൾ സ്പൂൺ കണക്കിലാകുമ്പോൾ 2.5 ടേബിൾ സ്പൂണൊക്കെ വരും. ഇതിലേക്ക് 2 പച്ചമുളക് ഇടുന്നുണ്ട്, 5-6 മണി കുരുമുളക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നല്ല മയത്തിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല മയത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് തൈരാണ്. അപ്പോൾ തൈര് ഇവിടെ പുളിയില്ലാത്ത തൈരാണ് നമുക്കധികം കിട്ടുക. അപ്പോൾ ഞാനിത് ഒരു 1/2 ലിറ്ററോളം എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അളവ് കുറയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഒരു പകുതിയോളം എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയോടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് നേരം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം. കൂടെ നമ്മൾ മിക്സിയുടെ ജാറൊന്ന് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ തേങ്ങയുടെ അരപ്പ് ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം നമുക്കിങ്ങനെ വഴറ്റി കൊടുക്കാം. ആ തേങ്ങയുടെ പച്ചപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന തൈരുണ്ടല്ലോ, തൈര് മിക്സിയിൽ ഒന്നിട്ടിട്ട് ഒരു കറക്കം കേട്ടോ. അതിന് ശേഷം ഉപയോഗിക്കാം. നമ്മൾ ഡയറക്റ്റ് അങ്ങ് ചേർക്കുന്നതിന് പകരം മിക്സിയിലൊന്ന് അടിച്ചിട്ട് ചേർക്കുന്നത് നല്ലതായിരിക്കും. ഒരു 5 മിനിറ്റോളം നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് തേങ്ങയുടെ അരപ്പ് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. മിക്സിയിലൊന്നിട്ട് അടിച്ചെടുത്തിട്ടുള്ള തൈരാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, പുളി കുറവുള്ള തൈരായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. തേങ്ങ അധികം എടുത്തിട്ടില്ല. തേങ്ങയുടെ അളവ് കൂടുതലാണെങ്കിൽ നമ്മുടെ ഈ കറിയുടെ ഈ ഗ്രേവി ഒരു നല്ല തിക്കായിരിക്കും. അപ്പോൾ ഞാൻ അല്പം ലൂസായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തൈര് ഒഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കിയെടുക്കുക, നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇന്നുണ്ടാക്കി വെച്ച് നാളെ എടുക്കുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും. ഇതങ്ങനെ പെട്ടെന്ന് കേടൊന്നും ആവില്ല. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുകൊക്കെ പൊട്ടിച്ചിടാം. നമ്മുടെ കറി തയ്യാറായി. എന്തെളുപ്പമല്ലേ! വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി അത്. കടുക് പൊട്ടിച്ചിടാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം. 2 വറ്റൽമുളക്, 1/4 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക്, കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഓയിലിൻ്റെ നല്ല ചൂടുണ്ട്. അപ്പോൾ ആ ചൂടിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചാണ് ആ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് കായം, ഒരു നുള്ള മുളക് പൊടി, ഒരു കളറിന് വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം നമുക്ക് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ മോരുകറിയുടെ നല്ലൊരു മണം അവിടെ മുഴുവൻ പരക്കുന്നുണ്ട്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചോറുണ്ടാം, പിന്നെ വേറൊരു കറിയുടെ ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നമുക്കിപ്പോൾ കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മോരുകറിയാണിത്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.